അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ, ഈ നിലവിലുള്ള ഹംസയുടെ നേതൃത്വത്തിലുള്ള ഈ വഖഫ് ബോർഡ് പോകുന്നതോടുകൂടി മുനമ്പത്തെ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെടും എന്നാണ് പറയുന്നത്. പക്ഷേ മുസ്ലിം ലീഗ്, സമസ്ത, SDPI ഈ സംഘടനകളൊക്കെ ഈ മുനമ്പത്തെ ഭൂമി വഖഫിൻ്റെതാണ് എന്ന് വളരെ കൃത്യമായി ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് മുനമ്പത്തെ ജനതയ്ക്ക് ഇത്തരത്തിലൊരു വിശ്വാസത്തിന് സാധ്യതയുള്ളത്? മുനമ്പത്തെ ഭൂമി വഖഫ് അല്ലാതാവുന്നത് ഏതെങ്കിലും സംഘടന എടുക്കുന്ന നിലപാട് കൊണ്ടോ അതല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളോ അവർ ഫയലാക്കുന്ന കേസുകൊണ്ടോ അല്ല. രാജ്യത്തെ ഇന്നത്തെ നിയമം, ആ ഭൂമി ഫറൂഖ് കോളേജിന് കൈമാറ്റം ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന നിയമം, അതിനുശേഷം ലാൻഡ് റിഫോംസ് ആക്ട് വന്നപ്പോൾ എറണാകുളം സബ് കോടതിയുടെ വിധി, അതിനുശേഷം വന്ന ലാൻഡ് റിഫോംസ് ആക്ട്, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ, അതോടൊപ്പം 25-ലെ വഖഫ് ആക്ടിന്റെ സെക്ഷൻ 2, ഇതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ ഒരു കാരണവശാലും അത് വഖഫ് ഭൂമിയല്ല. കാരണം അത് ഫറൂഖ് കോളേജിന് കൊടുത്ത ദാനമാണ്. സ്വന്തമായ ക്രയവിക്രയ സ്വാതന്ത്ര്യത്തോടു കൂടി ഫറൂഖ് കോളേജിന് കൊടുത്ത ദാനമാണ്. അതാണ് അവർ ലാൻഡ് റിഫോംസ് ആക്ട് കൂടി പാസ്സായ ഒരു സാഹചര്യത്തിൽ കുടികൊടുക്കാർക്ക് തന്നെ കൈമാറ്റം ചെയ്ത് അവർ പോയത്. അത് അബ്സല്യൂട്ട് റൈറ്റ് ആണ്. അത് ഇല്ലാതാക്കാൻ ഇന്ന് രാജ്യത്തൊരു നിയമമില്ല. ഉണ്ടായിരുന്നത് 95-ലെ വഖഫ് നിയമമാണ്. ആ നിയമം ഫറൂഖ് കോളേജിന്റെ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ മുനമ്പത്തെ ഭൂമിക്ക് ബാധകമല്ല. കാരണം ആ ഭൂമി ഫറൂഖ് കോളേജിന് കൊടുക്കുമ്പോൾ ഈ 95-ലെ നിയമമല്ല ബാധകം, വേറൊരു നിയമമായിരുന്നു. ഇപ്പോ വേറൊരു നിയമവും വന്നു. അപ്പോൾ അന്നത്തെ നിയമം വെച്ചും അല്ലെങ്കിൽ ഇന്ന് നിലനിൽക്കുന്ന നിയമം വെച്ചും കോടതി വിധികൾ വെച്ചും ഇറ്റ് ഈസ് നോട്ട് എ വഖഫ് പ്രോപ്പർട്ടി. അതൊരിക്കലും വഖഫ് പ്രോപ്പർട്ടി അല്ല. അതുകൊണ്ട് ഇവരാരെന്തു പറയുന്നു, മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നല്ല, രാജ്യത്തെ നിയമപ്രകാരം മുനമ്പത്തെ പ്രോപ്പർട്ടി വഖഫ് പ്രോപ്പർട്ടി അല്ല. അതുകൊണ്ടാണ് ഇന്നും റവന്യൂ അവകാശങ്ങൾ തിരിച്ചു വന്നത്. എന്തുകൊണ്ടാണ് റവന്യൂ അവകാശങ്ങൾ തിരിച്ചു വന്നത്? വഖഫ് പ്രോപ്പർട്ടി അല്ലാത്തത് കൊണ്ടാണ്. വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന് വേറെ ഒരു കേസിലാണ്, ഒരു കമ്മീഷനുമായി ബന്ധപ്പെട്ട കേസിൽ കേരള ഹൈക്കോടതി പറഞ്ഞപ്പോൾ അതിനെതിരെ സുപ്രീം കോടതി പോയപ്പോൾ സുപ്രീം കോടതി എന്താ പറഞ്ഞത്? സ്റ്റാറ്റസ് കോ നിലനിർത്താനാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് റവന്യൂ അവകാശങ്ങൾ നിലനിൽക്കുന്നത്. അപ്പൊ അത് നിയമം കൊണ്ട്, രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം കൊണ്ട്, അതായത് ഈ ഫറൂഖ് കോളേജിന് ഇത് ദാനം കൊടുക്കുമ്പോൾ ഉണ്ടായിരുന്ന നിയമവും ഇന്ന് നിലനിൽക്കുന്ന നിയമവും കൊണ്ട് അത് വഖഫ് പ്രോപ്പർട്ടി അല്ല, അത് ആവാനും പോകുന്നില്ല. പിന്നെ കുറെ കാലം കേസ് നടത്തി ഈ പാവങ്ങളെ ബുദ്ധിമുട്ടിക്കാം എന്നല്ലാതെ വേറൊരു ചുക്കും അവിടെ അവരുടെ ജീവിതം ഒരു തിരുത്ത് പറഞ്ഞേക്കാം. ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല. ആകെ ഇവിടെ താമസിക്കുന്നവർക്ക് കരമടക്കുന്നതിന്, അത് കടമടക്കുന്നതിന് അനുവാദം തന്നത് 2022 ഒക്ടോബർ 7-ാം തീയതി കഴിഞ്ഞ കേരള സർക്കാരിന്റെ കാലത്താണ് കരമടക്കാൻ അനുവാദം തരുന്നത്. അത് തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾക്കുള്ളത്. അതിൽ കൂടുതലായിട്ട് ഒന്നും തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ബാക്കി ഞങ്ങൾക്ക് തന്നെങ്കിലും അത് ജയചന്ദ്രന്റെ ബെഞ്ച്, ഹൈക്കോടതി അത് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഹൈക്കോടതി ഞങ്ങളെ വഖഫ് ട്രൈബ്യൂണലിൽ ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ഏറ്റവും ആത്യന്തികമായിട്ടുള്ള ഒറ്റ കാര്യം, ഇത് നിയമവിരുദ്ധമായി വഖഫ് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയതാണ്. താമസക്കാർക്ക് നോട്ടീസ് നൽകുക തുടങ്ങിയിട്ടുള്ള ഒരു നടപടിക്രമങ്ങളും പാലിക്കാതെ, അത് മാത്രമാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത്. ആ ഒരു വിധി വന്നാൽ ഞങ്ങളുടെ പ്രശ്നം തീരും. ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്നുള്ളത് കൺവിൻസ്ഡ് ആവുകയും ചെയ്യും, സാർ പറഞ്ഞതുപോലെ. അപ്പൊ അതോടുകൂടി അതാണ് ഞങ്ങളുടെ ഏറ്റവും അടിസ്ഥാനം. അതെല്ലാം അവസാനമായി ശ്രീ എ പി അഹമ്മദിലേക്ക് പോവുകയാണ്. സാർ, ഒരു മിനിറ്റ് മാത്രമേ നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളൂ. നോക്കി, ഈ മെയ് 17-ന് ഉമീദ് പോർട്ടലിന്റെ അടച്ചു, അതിന്റെ വഖഫ് രജിസ്ട്രേഷൻ കഴിയുന്നൊരു സാഹചര്യമുണ്ടായി. നോക്കൂ, പകുതിയോളം വഖഫ് സ്വത്തുക്കളും രാജ്യവ്യാപകമായി രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ ചില ആശങ്കകൾ ഉയരുന്നുണ്ട്. ആ ആശങ്കകൾ ശരിവെക്കുന്ന രീതിയിലുള്ള നടപടികളാണ് പിന്നീട് ഉണ്ടായത്. അതായത് 10,000-കണക്കിന് ഏക്കർ ഭൂമിയും കെട്ടിടങ്ങളും വഖഫ് ബോർഡ് എന്ന ഒരു സംഘം അടിച്ചു മാറ്റിയതിൻ്റെ തെളിവുകൾ കൂടിയാണ് അത്. പകുതിയോളം വഖഫ് സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടില്ല. അപ്പോൾ വളരെ കൃത്യമായി ഇതര മതസ്ഥരുടെ ഒരു പ്രാതിനിധ്യം വേണം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ലല്ലോ, ഇതെങ്കിലും പരിഗണിക്കുമ്പോൾ. അതെ, ഞാൻ ഒരു സമയം കുറവായതുകൊണ്ട് വളരെ പെട്ടെന്ന് 2 കാര്യങ്ങൾ പറയാം. ഒന്ന് മുനമ്പത്തുകാരെ കുറിച്ചാണ്. മുനമ്പത്തേത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന കാര്യത്തിൽ തീരുമാനമാകാൻ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ഒടുവിലത്തെ ഹൈക്കോടതിയുടെ നിരീക്ഷണമുണ്ട്. ഇനി സുപ്രീം കോടതി അന്തിമമായിട്ട് വിധി പറയും. മറ്റൊന്ന്, കേന്ദ്ര ഗവൺമെന്റ് പാസാക്കിയ പുതിയ നിയമത്തിൽ ട്രസ്റ്റിൻ്റേത് വഖഫ് സ്വത്തല്ല, അതും അവർക്ക് മുനമ്പത്തുകാർക്ക് അനുകൂലമായൊരു വിധിയാണ്. ഇനി ഒറ്റ കാര്യം കൂടി അതിൻ്റെ കൂടെ ചേർത്ത് ഓർക്കേണ്ട കാര്യം, കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു ചരിത്രം അറിയാവുന്ന ഒരാളും
ഫറൂഖ് കോളേജിനെ പോലെ ഉത്തരവാദപ്പെട്ട ഒരു സമിതി വഖഫ് സ്വത്തുക്കൾ വിൽക്കാൻ പാടില്ല എന്ന് വളരെ സൂക്ഷ്മതയോടെ ഇസ്ലാമിനെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും നല്ല സൂക്ഷ്മതയുള്ള ആളുകളാണ് ഫറൂഖ് കോളേജിൽ അന്നുണ്ടായിരുന്നത്. ഫറൂഖ് കോളേജിന്റെ പ്രിൻസിപ്പലായിരുന്ന ഞങ്ങളുടെയൊക്കെ പ്രിൻസിപ്പലായിരുന്ന പ്രൊഫസർ കെ ജലീൽ സാറ് പിന്നീട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായി. അദ്ദേഹം വഖഫ് ബോർഡിന്റെ ചെയർമാനുമായി. അദ്ദേഹം എഴുതിയ ആത്മകഥയിലും നേരത്തെ പത്മനാഭൻ സാർ പറഞ്ഞ പോലെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത് ദാനമാണ്, ഞങ്ങൾക്ക് ദാനം കിട്ടിയ ഭൂമിയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കാര്യം ഉറപ്പാണ്, വഖഫ് സ്വത്ത് വിൽക്കാൻ പാടില്ല എന്ന് മറ്റാർക്കും അറിയില്ലെങ്കിലോ സൂക്ഷ്മമായിട്ട് അറിയാവുന്ന ഒരു സ്ഥാപനമാണ് ഫറൂഖ് കോളേജ്. വേറൊരു കാര്യം കൂടിയുണ്ട്, ഇന്നത്തെ വഖഫ് മന്ത്രി ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫറൂഖ് കോളേജ് സ്ഥാപിച്ചത് അവരുടെ തന്നെ പാർട്ടിയുടെ വലിയ നേതാവായിരുന്ന KM സീതി സാഹിബ് കൂടിയാണ്. അതൊക്കെ മനസ്സിലാക്കിയാൽ വഖഫ് ഒരു കാരണവശാലും മുനമ്പത്തെ ഒരു കുടുംബത്തെ പോലും വഴിയാധാരമാക്കാൻ സാധ്യമല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും. അവസാനത്തെ ഒരു കാര്യം കൂടി, നമ്മൾ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞാൽ, നേരത്തെ ഹാഷിം പറഞ്ഞ ഒന്ന് രണ്ട് തെറ്റിദ്ധാരണ ഞാൻ തിരുത്തിക്കൊള്ളട്ടെ. അത് മറ്റൊന്നുമല്ല, വഖഫ് ബോർഡ് എന്താ പിരിച്ചുവിട്ടൂടെ എന്ന് ചോദിച്ചത് ഏറ്റവും പുതിയ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, കേന്ദ്ര ഗവൺമെന്റ് പാസാക്കിയ വഖഫ് ഭേദഗതി ബില്ലില് വഖഫ് ബോർഡുകൾക്ക് വലിയ സുരക്ഷയാണ് കൊടുത്തിട്ടുള്ളത്, ഇമ്മ്യൂണിറ്റിയാണ്, പിരിച്ചുവിടാൻ എളുപ്പമല്ല. അതുകൊണ്ട് തന്നെയാണ്, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വഖഫ് ബോർഡ് തിരക്കിട്ട് റീകൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ചോദിക്കാവുന്നൊരു ചോദ്യം മറിച്ചാണ്, ഇപ്പൊ അവർക്ക് രാഷ്ട്രീയമായി ഇഷ്ടമില്ലാത്ത ആളുകൾ വഖഫ് ബോർഡിൽ വന്നതുകൊണ്ട് KSMC ഇഷ്ടമല്ല ഇപ്പോഴത്തെ ഗവൺമെന്റിന്, അതുപോലെ തന്നെ ഉമർ ഫൈസി ഇഷ്ടമല്ല, അതുകൊണ്ട് അവരെ പിരിച്ചുവിടാനുള്ള നീക്കം നടത്തുകയാണ്. അല്ല, അവരെ പിരിച്ചുവിടാൻ സാധ്യമല്ല, ആർക്കും പിരിച്ചുവിടാൻ അത്ര ഇമ്മ്യൂണിറ്റി ഉണ്ട്. പക്ഷെ ഞാൻ ചോദിക്കാവുന്നൊരു ചോദ്യം മറിച്ചാണ്, എന്തിനാണ്, ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, പിണറായി വിജയൻ അവസാന കാലത്ത് നിയമിച്ചൊരു ബോർഡാണ്. ആ ബോർഡ് പിണറായി വിജയന്റെ ഗവൺമെന്റിനെ തന്നെ ജനം തള്ളിക്കളഞ്ഞ സ്ഥിതിക്ക് ആ ബോർഡിന് രാജിവെച്ച് പോയിക്കൂടെ? അങ്ങനെ വഴിയുണ്ടല്ലോ.